പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിൽ കൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ആത്മീക വർധനവിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ. വെറുതെ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു ചടങ്ങായിട്ടല്ല, ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതായി തീർക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന കർത്താവ് തന്നെ നടത്തിയ വിധങ്ങൾ, താൻ കടന്നുപോയതായ ഒരുപാട് കഷ്ടങ്ങളുടെ അനുഭവങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചോ എന്ന് തോന്നുന്നതായ ഒരു വലിയ അനുഭവങ്ങളാണ്. എന്നാൽ എല്ലാം തുറന്നു പറയാനൊക്കാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിലും പറയാൻ പറ്റുന്നതൊക്കെ ഓഡിയൻസുമായിട്ട് കർത്താവിൻ്റെ ദാസി ഷെയർ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധയോട് ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരും. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ആമേൻ കിട്ടട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി സന്തോഷമായിരിക്കുന്നല്ലോ. ആമേൻ. സ്തോത്രം. സന്തോഷമായിട്ടിരിക്കുവാണല്ലോ അല്ലേ? സ്തോത്രം. സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. കർത്താവ് ദൈവകൃപയാൽ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും നമ്മുടെ സാക്ഷ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. അങ്ങയുടെ ദാസിക്കായി സ്തോത്രം. ദൈവം ബലപ്പെടുത്തിയാട്ട് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അങ്ങയുടെ നാമത്തിന് വേണ്ടി പിന്നെയും വിശ്വസ്തയോടുകൂടെ നിൽപ്പാൻ നിന്റെ ദാസ്യ ദൈവം സഹായിക്കണമേ. ഈ സാക്ഷ്യം പറയുവാനുള്ള എല്ലാ ദൈവകൃപയും കൊടുത്താട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറുവാൻ സഹായിച്ചാട്ട് അപ്പാ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി പേര് ഒന്ന് പറഞ്ഞാട്ടെ, എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞാട്ട്. എന്റെ പേര് ലിസി ജോൺ. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് 1000 തെങ്ങ് ഓച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓക്കെ 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 ദേവദാസി. ഇനിയും ഞാനുള്ള സമയം ദേവദാസിക്ക് നൽകി തരികയാണ്. ദേവദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഈ പകൽക്കാലം നിങ്ങളോടൊപ്പം ഈ എല്ലാവരുടെ മധ്യത്തിൽ ഒരു പ്രാവശ്യം കൂടി സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്ക് സാഹചര്യവും സാവകാശവും ഒരുക്കി തന്നു. എൻ്റെ ഈ അനുഭവ സാക്ഷ്യം പിന്നെ നല്ലതുപോലെ പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ആരംഭത്തിലെ തന്നെ ഇത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസിക്കും ഇത് നടത്തുന്ന ജോയ്സ് ടി വി എല്ലാ സംഘാടകർക്കും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം പറയുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നല്ലതുപോലെ നടക്കുന്നതിന് ലീഡ് ചെയ്യാനൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ലോക പ്രശസ്തമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ശക്തമായിട്ട് അതിനും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഒരുത്തരിൽ കൂടി കേൾക്കുന്നതല്ല, ഒരുത്തരിൽ കൂടി ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമെന്ന് പറഞ്ഞതുപോലെ അനേകം വ്യക്തികൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഇതൊരു കാരണമാക്കി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഒരു പ്രയോജനം. എൻ്റെ ഒരു ആഗ്രഹവും അതേ ഉള്ളൂ കേട്ടോ സിസ്റ്റർ, വേറെ ഒന്നുമില്ല. ആമേൻ. ദൈവനാമം മഹത്വം എടുക്കട്ടെ. എൻ്റെ പേര് ലിസി ജോൺ എന്നാണ്. സ്തോത്ര. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ അരിപ്പാട് പ്രദേശത്ത് ആണ് എൻ്റെ ഭവനം. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാവ് പെണ്ണമ്മ, എൻ്റെ പിതാവിൻ്റെ പേര് കുഞ്ഞുഞ്ഞ്. ഞാൻ മക്കളിൽ രണ്ടാമത്തെ വ്യക്തിയാണ്. ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളിൽ എൻ്റെ നേരെ മൂത്തതാണ് ആങ്ങളെയാണ്. രണ്ടാമത് ഞാൻ, മൂന്നാമത് സിസ്റ്റർ, ബാക്കി 4 ആൺമക്കളാണ്. ഞങ്ങൾ വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് പട്ടിണി, ദാരിദ്ര്യം, ദുഃഖം, കൊടുവിരി കൊണ്ട കാലമാണ് അന്നത്തെ കാലം എന്ന് പറഞ്ഞാല്. 59-60 കാലഘട്ടങ്ങളിലെ കാര്യം ഞാനീ പറയുന്നത്. കാരണം അന്നൊന്നും കപ്പയൊന്നും കിട്ടാത്ത കാലമാണ്. സത്യ പറയുന്നത് കേട്ടോ. അന്ന് റാത്തലെന്നാ പറയുന്നത്. റാത്തൽ കിലോ ഒന്നുമല്ല. അപ്പൊ അന്നത്തെ കാലത്ത് അതേപോലെ ഞാൻ ഈ കട്ടൻ കപ്പ് തിന്നിട്ട് റോഡി, ഇപ്പൊ അത് പറഞ്ഞാൽ കരഞ്ഞു പോകും, റോഡി തല കറങ്ങി വീണിട്ടുള്ള സമയങ്ങളുണ്ട്. പിന്നെ ഞാൻ മൂത്തതായോണ്ട് ഞാൻ വേണം എല്ലാത്തിലും ഓടി നടക്കാൻ. അനിയത്തി ഭയങ്കര മടിച്ചിയാ, വേറൊന്നിനും പോകത്തില്ല. അപ്പം അത് അന്നും അതെ ഇന്നും അതെ അങ്ങനെ തന്നെയാ. പിന്നെ അങ്ങനെ എല്ലാം ലോക മൊത്തം
ഓടി നടന്ന സകല ജോലികളും അമ്മയെ ജോലിയിൽ സഹായിക്കും. സകല വിധ കാര്യങ്ങളും ചെയ്തെടുക്കും. ചെയ്തെടുത്ത് അങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരുന്ന പഠിക്കാൻ വലിയ സമർത്ഥയൊന്നുമല്ല. എങ്കിലും ഞങ്ങൾ ചേട്ടത്തി അനിയത്തിയും 10ാം ക്ലാസ് പാസ്സായി. ആങ്ങളമാരാരും പാസ്സായവരല്ല. അപ്പം പാസ്സായി കഴിഞ്ഞ് അപ്പം പാസ്സാകുമ്പോഴും എനിക്ക് ഇതുണ്ട്, ഞാൻ ജനിക്കുമ്പോഴേ ഉള്ള ഒരു രോഗം എനിക്കുണ്ട്. പക്ഷെ അതത്ര കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞാൽ ആസ്മ രോഗമായിരുന്നു. അപ്പൊ അന്നൊക്കെ ആണെങ്കിൽ കോട്ടയം പുതുപ്പള്ളി, മണർകാട് പള്ളി, അങ്ങനെ കുറെ പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ ഒത്തിരി നേർച്ച, നൂല് പാൾ, അങ്ങനെ ഭയങ്കര നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട്. കത്തോലിക്ക സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ഈ നേർച്ചകളെ പറ്റിയൊക്കെ അറിയാവുന്നതാ. അന്നത്തെ കാലത്ത് നേർച്ച കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങളിൽ പോലും നേർച്ച കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്, അമ്പലങ്ങളിൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും പോയൊന്നുമില്ല. പക്ഷേ ഓരോരുത്തരും വീട്ടിൽ ആ പള്ളിയിലെ, ഞങ്ങളുടെ കത്തോലിക്ക പള്ളിയിലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഒരു വിടുതലും ഇല്ല. നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തുമില്ല. മാതാവാണ് ഏറ്റവും വലിയ ദൈവം എന്നും പറയുന്നത് നമ്മുടെ ലോകം അതായിരിക്കുമ്പോ അങ്ങനെയാണ് നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കും. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര മിടുക്കിയായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. അപ്പം 10ാം ക്ലാസ് പാസ്സായി, ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. അപ്പൊ ഷോർട്ട് ഹാൻഡ് പഠിച്ചത് ഇരുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ്റെ മൂത്ത മകള് UP-യിൽ ജോലിക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് എൻ്റെ അനിയത്തിയെ പിന്നെ ഞാനാ ജോലിക്ക് കൊണ്ടുപോയത്. അങ്ങനെ ജോലിക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ജോലി കണ്ടുപിടിച്ചു. ആദ്യം UP-യുടെ ഗവൺമെന്റിന്റെ, പിന്നെ മൂന്നാമത്തെ ജോലിയാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ജോലി കിട്ടിയത്. ആ ജോലി കിട്ടുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരം ഈ ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ വയ്യ. 6 മാസം ചൂടും 6 മാസം തണുപ്പ്. ആ തണുപ്പ് സമയത്തൊക്കെ ഇരുന്ന് ഈ രോഗം വലിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. തലകറങ്ങി പിന്നെ റോഡിൽ വീണിട്ടുണ്ട്. അങ്ങനെ പോലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 77 കാലഘട്ടങ്ങളിലാണ് ഞാൻ UP-യിൽ പോകുന്നത്. പക്ഷെ 82 എൻ്റെ വിവാഹം കഴിഞ്ഞു. 82-ലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞതും കത്തോലിക്ക സമുദായത്തിൽ നിന്ന് CSIയിലുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ സഹകരിച്ച ഒരു കൂട്ടുകാരിയുണ്ട്. അവരുടെ ആ കൂട്ടുകാരിയുടെ ആങ്ങളെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചത്. അത് ഞങ്ങൾ വീടുകൾ തമ്മിൽ ആലോചിച്ച് കല്യാണം കഴിപ്പിക്കും. കാരണം കത്തോലിക്ക സമുദായത്തിൽ നിന്ന് CSIയിലോട്ട് വരുവാണ്. ഞങ്ങളുടെ പള്ളിയിലെ വിലക്കി കഴിഞ്ഞിട്ടാണ് CSI പള്ളിയിലോട്ട് കെട്ടിച്ചു വിടുന്നത്. സത്യം പറഞ്ഞാൽ ഈ CSI പള്ളിയിൽ ആകെ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. 2 പ്രാവശ്യം പോയിട്ടുള്ള ഒന്ന് എൻ്റെ വിവാഹത്തിന്, രണ്ടാമത് എൻ്റെ മോളുടെ മാമോദീസായിക്ക്. ഈ 2 വിഷയത്തിനെ പോയിട്ടുള്ളൂ. വേറെ ആ പള്ളിയിൽ ഇതുവരെയും കാലേ കുത്തിയിട്ടില്ല. പിന്നെ ആരെങ്കിലും അടക്കം ചെയ്യാൻ പോവുകയാണെങ്കിൽ അങ്ങനെ കുത്തൊന്നും അല്ലാതെ ഒരു വിഷയത്തിന് ഞാൻ പോയിട്ടില്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1984 ഞാൻ ഈ ഇന്ദിരാഗാന്ധി മരിച്ച പിറ്റേ വർഷമാണ് ഞാൻ UP-ന്ന് ട്രാൻസ്ഫർ ആയി. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. പിന്നെ കമ്പനിയെല്ലാം പൂട്ടിക്കഴിഞ്ഞ് ഞങ്ങളെ 6 പേരെയും മദ്രാസിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഒരു എന്ന് പറഞ്ഞാല്, ഞങ്ങൾ ട്രെയിന് സഞ്ചരിക്കുന്ന സമയം നമ്മുടെ ഹാൻഡ് ബാഗിനകത്തിലാണ് പൈസ, ടിക്കറ്റ്, വലിയ 2 ബ്രീഫ് കേസിന്റെ താക്കോല് മൊത്തം ആ ബാഗിനകത്തിലാ. എല്ലാം വെച്ചോണ്ട് തലക്കീഴി വെച്ചോണ്ട് കിടന്നുറങ്ങുക. അപ്പം ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ സൈഡിൽ കൂടെ കുരങ്ങൻ വലിഞ്ഞു കയറുന്നത് പോലെ കയറി തലയുടെ കീഴിൽ നിന്നില്ല ബാഗ് കൊടുത്തോണ്ട് പോയി. 6900 രൂപയോളം ഉണ്ടായിരുന്നു. ആ ബാഗ് മൊത്തം പോയി. അപ്പൊ എൻ്റെ കൂടെ പിന്നെ തൃപ്പൂണിത്തറയുള്ള ഒരു പയ്യനുണ്ട്, വേറെ UP-ന്നുള്ള 3 പിള്ളേരുണ്ട്. ഞങ്ങൾ 6 പേരുണ്ട് മൊത്തം. മലയാളികൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഈ ബാഗ് പോയി, താക്കോലും ഇല്ല, ഒന്നുമില്ല. ഞാൻ കിടന്ന് നിലവിളി. ഇനി പെട്ടി എങ്ങനെ തുറക്കും? ടിക്കറ്റ് എന്തോ കാണിക്കുന്നേ. അന്ന് ഈ ഫോണിൽ കാണിക്കുന്ന സംവിധാനം ഒന്നും ഇല്ലല്ലോ. അപ്പം ഈ കൂടെ വന്ന പിള്ളേർ പറഞ്ഞു, സാരമില്ല, ഞങ്ങളൊക്കെ കൂടില്ലേ, നമുക്കത് മാനേജ് ചെയ്യാം എന്നും പറഞ്ഞ് ഏതായാലും കൊണ്ടുവന്നു. പിന്നെ ഏതായാലും അങ്ങനെ വലിയ ചെക്കിംഗ് ഒന്നും വരാഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ പിന്നെ എൻ്റെ ബോക്സ് ഒക്കെ പോണ്ടിച്ചേരിയിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ പോണ്ടിച്ചേരിയില്ല ഫാമിലി ആയിട്ട്. പിന്നെ പുള്ളിയുടെ അടുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി. അതും ദീർഘദൂര യാത്രയുണ്ട്. അവിടെ കൊണ്ടുപോയി ഇതെല്ലാം കൊണ്ടുവന്ന് തുറന്നു തന്നു. അങ്ങനെയാണ് ആ ഒരു ഭയങ്കരം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ എനിക്ക് ട്രെയിനിൽ കിടന്നുറങ്ങുന്നത് ഭയങ്കര പേടിയാണ്. ഉറങ്ങത്തില്ല ഞാൻ, കാരണം ബാഗ് എടുത്ത് തലയണക്കീഴിലും വെക്കത്തില്ല. പിന്നെ സ്വത്രം
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 82-ലാണ് എനിക്ക് വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാല് 82, 83 ആകുമ്പോ ഇങ്ങനെ പോയി. പക്ഷെ 84, 85 കാലഘട്ടങ്ങളിൽ മദ്രാസിൽ വന്നു. മദ്രാസിൽ വന്നു കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ മാതാവ് കാണുന്നിടമെല്ലാം മാതാവിന്റെ കോവിൽ, അമ്പലം, സോറി പള്ളി. ഈ പള്ളികളിൽ പോകാൻ ഭയങ്കരം ഇഷ്ടമാണ്. കാരണം എനിക്ക് പള്ളി ആരാധന എന്ന് അത് ഇന്നും അത് അന്നും അതെ, ആരാധന എന്ന് കേൾക്കുന്നിടത്ത് ചാടി കയറി ഞാൻ. അപ്പം ഈ ഞാന് ഈ ചിന്നമല അങ്ങ് ഓരോരുത്തടത്തുണ്ട് വേളാങ്കണ്ണി പള്ളി. അതിനിടയ്ക്ക് വലിയ വേളാങ്കണ്ണി പള്ളി പോയിട്ടുണ്ട്. അതിലും പോയിട്ടുണ്ട്. അതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളത് പറയാനാണെന്നുണ്ടെങ്കിൽ 87-ല് എന്റെ വീടിനടുത്തും ഒരു ഒരു ഹിന്ദു ഇത് ഇത് തന്നെയാ, തമിഴ്നാട്ടിലെയാ. ആ സഹോദരിയുടെ ഓഫീസും എന്റെ ഓഫീസും അപ്പുറം ഇപ്പുറവാ. ഞങ്ങളുടെ വീടും അപ്പുറം ഇപ്പുറവാ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെ ഭയങ്കര ഫ്രണ്ടാ. അതിന്റെ മക്കളുടെ വിഷയമായാലും. അപ്പം ഞാനും കൂടെ ഇപ്പം വൈകിട്ട് ബസ്സിൽ നിന്ന് വന്നിറങ്ങുമ്പം ബസ്സിൽ നിന്ന് ഇറങ്ങിയതുമല്ല, ഞാനങ്ങ് കുനിയില്ലേ, 18 സംവത്സരമുള്ള കൂനിയായ സ്ത്രീ നടക്കുന്നത് പോലെ ഞാനങ്ങ് കുനിഞ്ഞു. എനിക്ക് എഴുന്നേക്കാനും വയ്യ, നൂരൊന്നുമില്ല. ഞാൻ കുനിയാൻ പോയതും ഭയങ്കര ഛർദില്. അപ്പൊ ഉടനെ ഹോസ്പിറ്റലിൽ കണ്ടു. അപ്പൊ എന്റെ 3ാമത്തെ സഹോദരൻ എന്റെ കൂടെ താമസിക്കുന്നുണ്ടെന്ന്. പിന്നെ ഭർത്താവ് ഇവിടെ നാട്ടില, ഭർത്താവ് നാട്ടില്. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നെല്ലാം മേടിച്ചൊന്ന്, ഛർദിൽ മാറിയിട്ടില്ല. 3 ദിവസം ഹോസ്പിറ്റലിൽ മാറി മാറി എല്ലാം ഛർദിച്ചപ്പോ സീരിയസ് ആവുക. 3ാമത്തെ ദിവസം വൈകിട്ട് കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയതാവുന്നിടം വരെ വെച്ചോണ്ടിരുന്നോ, നിങ്ങൾ നേരെ റോയപ്പേട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് എഴുതി തന്നു. അയാൾ കൈ ഒഴിഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുണ്ണെ, ഞാൻ പറഞ്ഞില്ലേ ഒരു മലയാളി കൊച്ചനുണ്ടെന്ന് പറഞ്ഞ, ആ കൊച്ചനെ അടുത്താ താമസിക്കുന്നു. അതിനെ വിളിച്ചു എന്റെ ആങ്ങളെയും കൂടെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവരെ ഭയങ്കര വഴക്ക് പറഞ്ഞു, തമിഴിൽ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇപ്പൊ എന്തിനാ മരിച്ചുപോയ ഞങ്ങളല്ലേ ഉത്തരവാദിത്തം പറയണ്ടേ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, മരിച്ചു പോയാൽ ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുക്കുന്നു എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അന്നേരം തന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഇത് എഴുതി വാങ്ങിച്ചിട്ട്, മരിച്ചു പോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല, അവർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന്. അതൊരു മരണക്കടക്കയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നേരം പോയില്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടി മരിച്ചു പോകും എന്നുള്ള സത്യമാണ്. അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു. അപ്പം ഉടനെ തന്നെ കയറ്റി ഓപ്പറേഷൻ ചെയ്തു. അതും ആദ്യത്തെ ഒരു മരണം എന്ന് പറയുന്ന അതാണ്. ഡോക്ടർ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഏതായാലും 3 മാസം പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ അങ്ങ് വന്നു. അങ്ങനെ എന്നെ വന്ന് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് 89 ഡിസംബറിലാണ് എൻ്റെ ഫാദറില്ലോ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജോലിക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര നടുവിന് വേദനയാണ്. എനിക്ക് നിൽക്കാൻ വയ്യ. എവിടെ പോയാലും നിൽക്കാൻ പറ്റുന്നത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിലും വലിയ കർച്ചീഫ് ഇട്ട് തൂത്ത് മാറ്റിയേച്ച് അവിടെ ഇരിക്കും അങ്ങ്. അന്നേരം വയസ്സും പ്രായം ആളുകളെ ഒന്നും നോക്കത്തത്. കാരണം അത്രയ്ക്ക് നടുവങ്ങ് ഒടിഞ്ഞു പോകുന്ന പോലെ. ഇത് കാര്യം വെക്കാതെ അങ്ങ് കൊണ്ടു കിടന്നു. അപ്പൊ 89-ലാണ് എൻ്റെ ഫാദറെല്ലാം മരിക്കുന്നത്. ആ 89 ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നപ്പം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു കൂട്ടുകാരികളെ പോലെ, ഞങ്ങൾ അമ്മയും മോളും എല്ലാം തുറന്നു പറയും. നമ്മുടെ ഇപ്പോഴത്തെ മക്കളെ പോലൊന്നും അല്ല. ആരെന്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും ഞാൻ വിളിച്ചു പറയും. ചെല്ലുന്നുണ്ടെ ആദ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് നേരെ പോകുന്ന എൻ്റെ അമ്മയുടെ അടുക്കല്ല. അന്നേരം എൻ്റെ ഭർത്താവ് പറയും, രഹസ്യങ്ങൾ പറയാൻ അമ്മയുടെ അടുക്ക പോവാണെന്ന് പറയും. ഇങ്ങനെ ഓടി പോകും. ബസ് കയറിയാ പോകണ്ടേ. എങ്കിലും ഞാൻ ചെന്ന് അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഭയങ്കര നടുവിന് വേദന, എന്തോ ചെയ്യണ്ടേ. അപ്പം മാതാവല്ലേ, കുറെ വിഷയങ്ങൾ ചോദിച്ചു. ഇന്നതുണ്ടോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ട്. അപ്പൊ യൂട്രസ് സംബന്ധമായിട്ടായി ചോദിക്കുന്നേ. ഇത് ഉണ്ട്, സത്യ പറഞ്ഞേ, ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ദൈവമേ, ഇത് ചാവുന്ന പരിപാടിയാടി, നീ പെട്ടെന്ന് നാളെ ആശുപത്രി പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേ ദിവസം തന്നെ വണ്ടാന ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ആളിനെയും കുട്ടിയെ പോയത്. അപ്പൊ അവര് പറഞ്ഞ്, രണ്ടാമത് കുഞ്ഞുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു മോളേ ഉള്ളൂ, ഇപ്പൊ 6 വയസ്സുണ്ടെന്നോ. അപ്പൊ ഇവരെന്ത് വിചാരിച്ചെന്നറിയാം, രണ്ടാമതൊരു കുഞ്ഞും കൂടെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കണ്ട് അവരങ്ങ് വിട്ടു. അവര് അതൊക്കെ ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും തന്നു. പക്ഷേ ഫെബ്രുവരി 19-ാം തീയതിയാണ് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ 2 ദിവസം മുമ്പ്, തലേ ദിവസം ഒരു വൈകിട്ട് ഒരു 5 മണിയായപ്പം ഭയങ്കരം വയറ്റ് വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ.
അപ്പൊ എന്റെ ഭർത്താവ് അന്നേരം ഒരു ടൈഗർ ബം മൊത്തം തേച്ച് തരുവാ. തേച്ച് തന്നിട്ട് വെളുപ്പിന് 5 മണിക്ക് മൂത്ത നാത്തൂനും എന്റെ ഭർത്താവും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഇനി വഴക്ക് പറയാനൊന്നുമില്ല. അവര് മരിക്കാറായി കിടക്കാം, നിങ്ങൾ ഇപ്പോഴാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്തുവാ, ഈ യൂട്രസിനകത്തിൽ മൊത്തം മുന്തിരിക്കൊല പോലെ യൂട്രസ് ക്യാൻസറാ. അത് പഴുത്ത് 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 പൊട്ടുന്ന അവസ്ഥയിലാ. നമ്മുടെ ശരീരത്തൊക്കെ ഒരു മുഴ വന്ന പഴുക്കുമ്പോ വേദന, അതേപോലെ വേദന. അപ്പൊ ഡോക്ടർ വഴക്ക് പറഞ്ഞു, ഇത് പൊട്ടുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? ഇതിപ്പോ ഒന്ന് പൊട്ടിയാൽ അവരുടെ ശരീരം മുഴുവനും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അത് യൂട്രസ് ക്യാൻസർ ആയി തീരും. അത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ജീവനോടെ കാണാനും പറ്റത്തില്ല. കൂടി വന്നേ 2 ദിവസം അവർ ജീവനോട് ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഓപ്പറേഷന് കയറ്റുമായിരുന്നു. ബ്ലഡ് എല്ലാം നോക്കി. അപ്പം എന്റെ ഭർത്താവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓ പോസിറ്റീവാ. പുള്ളിയുടെ പോസിറ്റീവ് ചേരും. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഡോക്ടർ അത് മൊത്തം ചാരായവാ. ഇങ്ങനെ തന്നെ പറഞ്ഞേ, ഡോക്ടർ ആ ബ്ലഡ് മൊത്തം ചാരായവാ, വേണ്ടി വരത്തില്ല, നിക്കട്ടെ എന്ന് പറഞ്ഞു. ബ്ലഡ് ഒന്നും വേണ്ടി വന്നില്ല. അപ്പം ഈ ഒരു 5-7:30 മണിയായപ്പം മൊത്തം റിമൂവ് ചെയ്ത്, ഓപ്പറേഷന്റെ ഒരു ഹിസ്റ്ററിക്ടമി ഓപ്പറേഷൻ മൊത്തം റിമൂവ് ചെയ്തു. പക്ഷെ റിമൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അന്നേരെ അതാണ് എൻ്റെ 2ാമത്തെ മരണം എന്ന് പറഞ്ഞു. അത് ശാരീരിക മരണം. പക്ഷെ ഈ ആത്മീയ മരണം ഉണ്ട്, അത് നമുക്ക് അറിയത്തില്ല. ആത്മീയ മരണം എന്ന് പറയുന്നതാണ് ഭയങ്കര മരണം എന്ന് പറഞ്ഞു. ശാരീരിക മരണം 2 മരണം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടില് 93-ലെ ഒരു സഹോദരി എൻ്റെ വീട്ടിൽ വന്നിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഞാൻ അവരെ കളിയാക്കി, നിങ്ങൾക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു. അപ്പം അന്ന് എൻ്റെ ഇന്നത്തെ പ്രായം ഉണ്ട് ആ സഹോദരിക്ക്. ഞാൻ നിങ്ങൾക്കൊന്നും വേറെ ജോലിയൊന്നുമില്ല. അന്ന് എനിക്ക് 42 ഇല്ല 38 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വേറെ ജോലിയൊന്നും ഇല്ല. പക്ഷെ എന്നിട്ടും ഞാൻ ആ സാക്ഷ്യം കേട്ടു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വേളാങ്കണ്ണി പള്ളിപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരുക്കമൊന്നുമല്ല, കണ്ണിൽ പൊട്ട് തൊട്ട് ഡ്രസ്സെല്ലാം അതേ ഡ്രസ്സ്, അതേ കളറും ഡ്രസ്സും ഒക്കെ ഇട്ട് ഭയങ്കര ഒരു ഇതാ. അപ്പം എന്നോട് പറഞ്ഞു ഒരു ദിവസത്തേക്കൊന്ന് വന്നിട്ട് പോകും. എന്നോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തേ. ഞായറാഴ്ച രാവിലെ ഓട്ടോയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഒരു ദിവസത്തേക്കൊന്ന് വന്നിട്ട് പോകും. നമ്മുടെ കേരളത്തിൽ ആരും അങ്ങനെ ഒരിക്കലും വിളിക്കത്തില്ല. സാക്ഷ്യം പറഞ്ഞിട്ട് പോയിട്ട് പറയാം, വേണമെങ്കിൽ ഒന്ന് വന്നിട്ട് പോകുന്ന എന്നേ പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിലും ഒത്തിരി പറയാൻ പറ്റത്തില്ല, എണ്ണിക്കൂടാൻ വയ്യാത്ത ഒത്തിരി ആത്മാക്കളെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നിറയെ പേരെ കൊണ്ടുവന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ സഹോദരി ഓട്ടോയും കൊണ്ട് വന്നപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് പോയിട്ട് വരാം. അപ്പം ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. ഊന്നും പറഞ്ഞ് വലിക്കുന്നുണ്ട്. എനിക്ക് അതിപ്പം മനുഷ്യനൊന്നും വരത്തൊന്നുമില്ല, കർത്താവ് സൗകര്യമൊക്കെ. അപ്പൊ ഞാൻ വലിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാ അന്നാ ഒന്ന് പോയിട്ട് വരാം. ഇല്ല, ചില പ്രാർത്ഥനക്കാരും നമ്മുടെ ഹോളിൽ വരുമ്പോ അങ്ങനെ ഇവിടെ എന്തുവാ നടക്കുന്നൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷെ അവര് മാനസാന്തരപ്പെടും പെട്ടെന്ന്. നമ്മളെ വഴക്ക് പറയുന്നവർ പെട്ടെന്ന് മാനസാന്തരപ്പെടും. നമ്മളെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറയുന്നവർ പെട്ടെന്ന് മാനസാന്തരപ്പെടും. അങ്ങനെയുള്ളവരോടാണ് ദൈവം സംസാരിക്കുന്നത്, ഇടപെടുന്നത്. അതായത് വചനം പറയുന്നത് പോലെ തന്നെ അത് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ അവിടെ പോയി. ഞാൻ ആലയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു 5 നില കെട്ടിടവാ. പാസ്റ്റർ ഡി മോഹന്റെ സഭയാണ്, AG സഭയാ. അപ്പൊ ഞാൻ അവിടോട്ട് കയറുന്നതിന് മുമ്പ് ഈ ആളുകളെല്ലാം തുരാന്ന് വരുന്നുണ്ട്. ഒരു 10,000-3,500 പേരുണ്ട് അതിനകത്തില്. ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അപ്പം അവരുടെ തലയിലൊക്കെ പൊട്ടും പൊട്ടുമുണ്ട്. തമിഴിൽ അതൊന്നും മാറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാ ഇതൊക്കെ വെച്ചോണ്ടാണ് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കയറിയതാ. പക്ഷെ തമിഴ് വായിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് പാട്ട് പാടി ആരാധിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ ചിത്രേ ഉള്ളെന്ന് ഇറങ്ങി പോരാന്ന് വിചാരിച്ചു. അപ്പൊ അന്നത്തെ ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പം ഈ അവിടെ നിൽക്കുന്ന 3 പാസ്റ്റർമാര് സ്റ്റേജിൽ നിപ്പുണ്ട്. അവര് വിളിച്ചു പറയുന്നുണ്ട്, രോഗസൗഖ്യം വേണ്ടവർ വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് വിളിച്ചു. അപ്പൊ ഇത് കേട്ടതുമല്ല, ഓരോരുത്തർ ഓടാൻ തുടങ്ങി. അപ്പൊ എനിക്കിത് കണ്ടപ്പോ അങ്ങനെ ഉണ്ടോ കാര്യം? എനിക്ക് പോകാൻ ഒരു മടി. കാരണം അവരുടെ മുമ്പിൽ തന്നെ തല കുനിക്കണ്ടേ, ഒന്ന് കുനിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒന്ന് വലിക്കുക. ഞാൻ ആ തൂണിന്റെ അടുക്ക അന്നേരം മറഞ്ഞാ ഇരിക്കുന്നേ.
ആ തൂണിന്റെ അടുക്ക മറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ആദ്യം മാതാവേ എന്നാ വിളിച്ച കേട്ടോ. മാതാവേ, സോറി കർത്താവേ, അന്നേരം സോറി കർത്താവേ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞേ, ഇന്ന് കേട്ട വചനം ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എന്റെ കർത്താവ്, പിന്നെ എന്റെ നായി എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര പ്രാർത്ഥിച്ചുള്ളൂ, വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് എഴുന്നേറ്റ് പോയി. വലിച്ചോണ്ടാ പോകുന്നത്. പക്ഷെ എൻ്റെ ദൈവമക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ഭയങ്കര ശക്തമായിട്ട് വചനത്തെ ഏൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ 15 മിനിറ്റ് വീട്ടിൽ എൻ്റെ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഒരു ദൈവദാസന്മാരുടെ കൈ വന്ന് തല വെക്കുകയോ, ഞാൻ ഒരുത്തരുടെ മുൻപിൽ പോയി തല കുനിഞ്ഞ് നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ആത്മവിശ്വാസത്തോടെ, ഞാൻ അന്ന് നിറ കണ്ണുകളോടെ ഞാൻ ദൈവസന്നിധി ഇരുന്ന് പറഞ്ഞേ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈ രോഗം ഒന്ന് സൗഖ്യമാക്കി തന്നാൽ മതി. ഇങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച്. പക്ഷെ ആ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ രോഗം എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കിയെന്നേ. ഇപ്പൊ എനിക്കത് ഭയങ്കര ജീവിത അനുഭവങ്ങളുള്ളതുകൊണ്ട് എനിക്കറിയാം, എൻ്റെ അപ്പൻ എന്നെ തൊട്ട് സൗഖ്യമാക്കിയെന്ന് എനിക്കറിയാം. കാരണം അതിൽ പിന്നെ ഇതുവരെ 33 വർഷമായി ഇതുവരെ ആ രോഗം എന്നെ തീണ്ടിട്ട. പക്ഷെ അനേകർക്ക് ഈ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വിടുതലും കിട്ടിയിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞുങ്ങള് 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ സൂമിൽ കൂടെ, ഫോണിൽ കൂടെ ആയാലും പ്രാർത്ഥിക്കുമ്പം വിടുതൽ കിട്ടിയതായിട്ട് എനിക്ക് അറിയാം, പറഞ്ഞിട്ടുണ്ട് അവര്. ഇതിങ്ങനെ പോയി എന്നറിഞ്ഞപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നു. ഇല്ലെന്റ് കത്താ, അന്ന് ഫോണൊന്നുമില്ല. മേലാ ഞങ്ങളുടെ വീട്ടിൽ കയറി പോവരുതെന്ന്. നമുക്ക് കിട്ടിയ സൗഖ്യം അവർക്കറിയത്തില്ലല്ലോ. അതിനൊരു ലെറ്റർ തന്നെ, അന്നത്തെ ഒരു ഭാഷയാണ്, മേലാ ഞങ്ങളുടെ അടിച്ചതിനകത്ത് കയറി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത്. അപ്പൊ ഞാൻ ഒത്തിരി കുത്തിയിരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ വല്ലത്തിനോ പോയിരുന്നെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവത്തിനെ വിളിക്കാൻ പോയത് കൊണ്ടാണോ ദൈവം ഇത്ര ഇത്? ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ ഇങ്ങനെ അന്നത്തെ പ്രാർത്ഥിക്കുന്നതിനാ. കർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ. ഇത്രയും വിശ്വാസം ഇല്ലല്ലോ, ആ ആത്മവിശ്വാസത്തിലൂടെ കടന്നു വന്നിട്ടില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3 ആഴ്ച ചർച്ചിൽ പോയി. 3-ാമത്തെ ആഴ്ച സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ദാ വരുന്ന ഒരു ടെലഗ്രാം, വീട്ടിൽ നിന്ന് ഒരു ടെലഗ്രാം വരിക. സ്നാനപ്പെട്ടെന്നൊക്കെ അറിഞ്ഞ് ഇവിടുന്ന് കമ്പി അവിടെ പോകുന്നുണ്ട്, ന്യൂസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടെലഗ്രാം വന്ന്, ഞാൻ ഓഫീസിൽ സ്റ്റെനോഗ്രാഫറാ, ഞാൻ സ്റ്റെനോഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് ആയിട്ടാ. അപ്പം ഇത് ഈ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന ടെലഗ്രാം, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഇത് കൈ കിട്ടിയുണ്ടെങ്കിൽ ഞാനിരുന്ന് വായിച്ചിരുന്ന് കരയുക. ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാ? അപ്പൊ നമ്മൾ മാനുഷിക ബുദ്ധി എന്ന് ചിന്തിക്കുമ്പോ 5 ആങ്ങളമാരാ. ഈ 5 ആങ്ങളമാരും കൂടെ വന്ന് വല്ലതും കൊല്ലാനാണോ വിളിക്കുന്നതെന്നൊരു പേടിയുണ്ട്. പെന്തക്കോസ്തിൽ ചേർന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവേ, എന്നെ എന്തിനാ വിളിക്കുന്നേ? ഇങ്ങനെ ടെലഗ്രാം കൈ വെച്ചോണ്ടാ ചോദിക്കുന്നേ, എന്നെ എന്തിനാ വിളിക്കുന്നേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചോ എന്ന് പറഞ്ഞങ്ങിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാനേജർ വിളിപ്പിച്ച്, എന്താ ലിസ് ഇരുന്ന വൈ ആർ യു ക്രൈങ് എന്ന് ചോദിച്ചോണ്ട് പിന്നെ ചോദിക്കുന്നേ. ഞാൻ പറഞ്ഞു, ഇതുപോലെ ടെലഗ്രാം കിട്ടും, ഒരു കാര്യം നീ ലീവ് എടുത്ത് വൈകിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ ടെലഗ്രാം എല്ലാം കയ്യിൽ വെച്ചിട്ട് ഏതായാലും ടിക്കറ്റ് എടുത്ത് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ പോയില്ല, വീട്ടിൻ്റെ അകത്തോട്ട് കയറുക. അപ്പൊ എൻ്റെ വീടെന്ന് പറഞ്ഞ റോഡ് സൈഡിലാ. എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന വീടല്ല, ഞാൻ താമസിക്കുന്ന എൻ്റെ സ്വന്തം വീട്. അവിടെ നിന്നാണല്ലോ ടെലഗ്രാം വന്നത്. ഞാൻ അവിടോട്ട് ചെല്ലുമ്പോ പിന്നെ ഇത് പന്തല് കെട്ടിയിട്ടുണ്ട്, ബന്ധുക്കാർ മുഴുവനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആരണ്ട് മരിക്കാറായിട്ട് കിടക്കുവാണല്ലോ. അപ്പം വീടിന്റെ മുറ്റത്ത് 5-6 ആണുങ്ങൾ തെക്കോട്ടും കിടക്കോട്ടും വെള്ളയിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി മരിക്കാറായി കിടക്കുന്ന മനസ്സിലായി. അപ്പൊ അവരെടുത്ത വായിലെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു പെന്തക്കോസുകാരി വരുന്നുണ്ട്, സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞു. ഇത് സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞതുമല്ല, അവരങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ ചെന്ന ദേഷ്യം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അവരങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ്, നിന്റെ ഭവന. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്നെ അവർ നിന്ദിച്ചു എന്ന് പറഞ്ഞ്. ഇപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന പോലെ ഞാൻ അന്നും അങ്ങനെ പക്ഷെ അത് ദൈവത്തോടെ സംസാരിക്കുന്നുള്ള ഒരു ഇതും നമുക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവെ, അവര് നിന്ദിച്ച കേട്ടോ, എന്തൊരു ലോകവാടാ ഇതൊന്നും പറയാം. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞ, നിന്നെ നിന്ദിച്ച നിന്നെ എൻ്റെ മേൽ വീണിരിക്കുന്നു, നീ ഭാരപ്പെടണ്ട, നീ നിന്റെ വീട്ടിലോട്ട് കയറിപ്പാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോ എൻ്റെ മാതാവിന്റെ വായിൽ എല്ലാവരും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മയാണ് അവിടെ മരിക്കാറായി കിടക്കുന്നത്. അപ്പൊ ഈ ഒഴിക്കുന്ന വെള്ളം ഒന്നും വായിലോട്ട് പോകുന്നില്ല.
അതെല്ലാം വെളിയിലോട്ടാ പോകുന്നത്. എന്റെ ഫാദർ നോക്കി ഇങ്ങനെ പുറകെ കയ്യും കെട്ടി നിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോ എല്ലാരും മാറി തന്നു. അപ്പം ഞാൻ അമ്മയോട് ഞോണ്ടുവാ. ഞോണ്ടി ചോദിച്ചു, എന്നെ എന്തിനാ വിളിപ്പിച്ചെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പേടിയുണ്ട്. ഞാൻ ആദ്യം ഒരു പേടിയുണ്ട്. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഇപ്പോഴും പേടിയില്ല കേട്ടോ അന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അന്ന് മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചില്ലെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചാൽ ചിലപ്പം വിചാരിക്കുമോ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മരിച്ചുപോയ എന്തോ വിചാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഭീതി ഒന്നും എനിക്ക് വന്നില്ല. പക്ഷെ ഒരു ഭീതിയും വന്നില്ല. അപ്പം എന്റെ മാതാവിനോട് ഞാൻ ചോദിച്ചു, അമ്മ കണ്ണും തുറക്കുന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചേരിയ ഒരു ചലനം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ പിതാവ് പുറകിന്നുകൊണ്ട് പറയുന്നുണ്ട്, മോനെ അമ്മ ജാഗറായി കിടക്കുക, അമ്മയുടെ സംസാരശേഷി പോയി, വെള്ളവും ഭക്ഷണവും കഴിച്ചിട്ട് 21 ദിവസമായി. ഈ 21 ദിവസമെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 21, 3, 24, 27ാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന്റെ 27ാമത്തെ ദിവസം. അതാ ഞാൻ പറഞ്ഞത്. ഈ 27ാമത്തെ ദിവസം വീട്ടിൽ ചെല്ലുമ്പോ ഒരു മാതാവ് മരണക്കിടക്കയോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോഴത്തെ പ്രാർത്ഥിക്കത്തില്ല, കണ്ടേച്ച് ദൂരെ മാറി നിൽക്കത്തതേ ഉള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച ഒരു ദൈവവേലയാണ് ഞാനിപ്പൊ പറയുന്നത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് രഹസ്യത്തിൽ കൈ ഇങ്ങനെ തിരുമ്പി ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന്റെ ആണിപ്പാടുള്ള കരം ആദ്യം മാതാവിന്റെ തലേ തലോടിയപ്പോ അമ്മ കണ്ണു തുറന്നപ്പോ എന്റെ പിതാവ് നേരം പറഞ്ഞ്, മോനെ അമ്മ കണ്ണു തുറന്നടി. ഞാൻ പറഞ്ഞു, മിണ്ടാതിരിക്കാം അച്ഛന്റെ സന്തോഷം. അടുത്ത ആണിപ്പാടുള്ള കരം നെഞ്ചത്ത് തലോടിയപ്പോ കരയാൻ തുടങ്ങി. അപ്പോഴും പിതാവ് എന്നോണ്ട് പറയണം, മോനെ അമ്മ കരയുന്നടി. ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുക. അത് കഴിഞ്ഞ് ആണിപ്പാടുള്ള കരം വലത്ത് കരം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ചു, നിന്റെ രഹസ്യ പ്രാർത്ഥന ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്തു ചെയ്യുന്നുണ്ട്? അപ്പൊ മാതാവ് കണ്ണു തുറന്നു, കരയാൻ തുടങ്ങി. അപ്പൊ സംസാരിക്കുന്നില്ല. അപ്പൊ പ്രാർത്ഥിക്കാനായി തലയാട്ടുന്നേ. അപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അന്നേരം പിതാവ് പറയുന്നു, മോനെ അമ്മ മിണ്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ അപ്പനെ വഴക്ക് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയോട്, വിശ്വസിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കുക, വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. മിണ്ടുന്നില്ല, വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതിപ്പം പറയും, ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഏതൊരു വ്യക്തി വിളിച്ചാലും ആദ്യം ഞാൻ ചോദിക്കും, വിശ്വാസിയാണോ? വിശ്വാസി അല്ലെങ്കിൽ 1.5 മണിക്കൂർ സാക്ഷ്യം പറഞ്ഞിട്ടേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നത്. അത് ഇപ്പോഴും അതുപോലെ തന്നെയാ. ഞാൻ അമ്മയോട് മരിക്കാറായി കിടന്ന അമ്മയുടെ കാര്യം പറയുന്നത്. എന്നിട്ട് അമ്മ മിണ്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥന, കർത്താവ് ലാസറിന്റെ ഭവനത്തിനകത്തളത്തിൽ ചെന്ന് മാർത്തയോട് ചോദിക്കുന്നു, ലാസറിനെ അടക്കിയത് എവിടാ? കർത്താവ് തമ്പുരാൻ അടക്കിയ സ്ഥലം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ആ മാർത്തയുടെ ഹൃദയത്തിലിരിക്കുന്ന ആഗമൻ അത് പുറത്തു വരാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചത്. അപ്പോൾ മാർത്ത പറയുന്നുണ്ട്, കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, അങ്ങ് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അപ്പം കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് നിന്നുണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവെ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, യേശുപ്പച്ച അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പിതാവിനോട് പറഞ്ഞതുപോലെ ഞാൻ യേശുപ്പനോട് പറഞ്ഞു, അപ്പൊ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, ചുറ്റിനും കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ തക്കണോ, മരിച്ച ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മാതാവ് ഇന്ന് പുറത്തു വരണം. അത്രേ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് എഴുന്നേറ്റിരുന്ന് എൻ്റെ കാലെ പിടിച്ച് മാപ്പി ചോദിക്കുക. മരിക്കാറായി കിടന്നു. പിന്നെ വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു. അമ്മയ്ക്ക് ചെറുകുടലിൽ ക്യാൻസർ ആയിരുന്നു. ആ രോഗം കർത്താവ് സൗഖ്യമാക്കി. ഞാനൊന്നും തൊട്ട് പ്രാർത്ഥിച്ചില്ല. പക്ഷെ കർത്താവ് അന്ന് എൻ്റെ മാതാവിനെ തൊട്ട് സൗഖ്യമാക്കി. അന്ന് ചെറുകുടലിലുണ്ടായിരുന്ന ക്യാൻസർ രോഗം അന്ന് സൗഖ്യമാക്കി. പിന്നെ 26 വർഷം എൻ്റെ മാതാവ് ജീവനോടിയിരുന്നു. അതും സത്യമാണ്. ഹല്ലേലൂയ. ഈ രോഗം വന്നാൽ ഒരിക്കലും മരിക്കുമെന്ന് ആരും കരുതരുത്. വിശ്വാസ പ്രഖ്യാപനത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, സങ്കീർത്തനം 103 പറയുന്നത് പോലെ, ഞാൻ എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാവി പറയുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. സകല രോഗങ്ങളെയും വെല്ലുന്ന ഒരപ്പന്റെ അത്യന്ത ശക്തി നമ്മളുടെ മേൽ വ്യാപരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ അവിടെ സംഭവിക്കുന്നത്. ദൈവമക്കളെ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പിന്നെ എല്ലാവരും അടക്കാൻ വന്നവരാ. ശവപ്പെട്ടി മാത്രം മേടിച്ചാൽ മതി, ബാക്കി എല്ലാം അവിടെ ഉണ്ട്, സംഭവം ഉണ്ട്. അന്ത്യകൂദാശയം കൊടുത്ത് കിടത്തിയിരുന്നതാ.
അമ്മ എഴുന്നേറ്റു, സംസാരിച്ചു, വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. അമ്മയുടെ കാര്യങ്ങൾ അമ്മ നോക്കുന്നുണ്ട്. എല്ലാരും അവരവരുടെ വീട്ടിൽ പോയി. അങ്ങനെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ്, അപ്പം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ മാതാവിന് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നെന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ അത്രേ ഉള്ളൂ. വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. പണ്ടാൻ ആശുപത്രിയില്ല. അപ്പം എൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് മദ്രാസിലുള്ളൂ. അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലുമ്പോ എല്ലാവരും ഐസിയുന്റെ വാതിക്കെ നിപ്പുണ്ട്. കാരണം 48 മണിക്കൂറാ പറഞ്ഞിരിക്കുന്നതേ. അപ്പം എല്ലാവരുടെ ആഗ്രഹങ്ങൾ പറയണ്ടേ. അപ്പം ഞാൻ ചെന്നതുമല്ല, ഞാൻ ഡോക്ടറെ സ്വകാര്യമായിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാനേ മദ്രാസിൽ നിന്ന് ഒരു അമ്മയെ കയറി ഒന്ന് കാണണം. അതിനിത് ആരും കാണണ്ട, കയറി കണ്ടോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ അങ്ങോട്ട് കയറി എൻ്റെ മാതാവിന്റെ ചെവിക്കകത്തിലോട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു. സിസ്റ്റർമാരുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കൊടുത്ത് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അമ്മയുടെ ഏതാണ്ട് ഈ നോസൊക്കെ കടുപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈസിയുടെ ഏതാണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വലിച്ചു പറിച്ചിട്ട് എഴുന്നേറ്റ് കുത്തി ഇരുന്നിട്ട് പറഞ്ഞു, എൻ്റെ കാതിൽ എൻ്റെ മോള് വന്ന് പ്രാർത്ഥിച്ചു തന്നു. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അന്നേരം പുള്ളി എഴുന്നേറ്റ് പറഞ്ഞ, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി, എനിക്ക് ഇപ്പൊ രോഗമൊന്നുമില്ല, എന്നെ വീട്ടിൽ അയച്ചു എന്ന് പറഞ്ഞ്. അന്നേരം ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇവിടെ ആരാ വന്നിട്ട് പോയി? അപ്പൊ എൻ്റെ സഹോദരങ്ങൾ ആരും കണ്ടില്ല. സത്യം പറഞ്ഞ ഞാൻ ദൂരെ മാറി നിൽക്കുക. വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മൂത്ത പെങ്ങളായിരിക്കും വരുന്നത്, വേറെ ആരും വരാനില്ല. അന്ന് ആരും ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോകാം കേട്ടോ, റൂമിനകത്തിലോട്ട് മാറ്റി. പിറ്റേ ദിവസം തന്നെ അമ്മ ഡിസ്ചാർജും ചെയ്ത്, മരിക്കാറായി കിടന്ന അമ്മയാണ്. അപ്പം കർത്താവിന്റെ അത്യന്ത ശില്പി. അപ്പൊ ഇത് അമ്മയുടെ രണ്ടാമത്തെ വിശ്വാസ, രണ്ടാമത് മരിക്കാറായി കിടന്ന അമ്മയാണ്. അപ്പം ഇതും കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മയ്ക്ക് 3 അറ്റാക്ക് വന്നു. 4ാമത് സൈലന്റ് അറ്റാക്ക് വന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പെയാണ്. അതിന് മുമ്പേ വന്ന് സ്നാനപ്പെടുകയൊക്കെ ചെയ്ത്, അത് പറയാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആരും അറിയാതെ ഉള്ള സംഭവമാണ്. അപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ചുമര് കൊടുത്താൽ അതിനു വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ കഴിഞ്ഞു, യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 എനിക്കൊരു ആക്സിഡന്റ്. ഞാൻ 2 വീലർ ഓടിക്കും. പക്ഷെ 99 കാലഘട്ടങ്ങളിൽ ഞാനിങ്ങ് പോന്നു, വാളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ച് മദ്രാസിൽ നിന്ന് ഇങ്ങ് പോന്നു. കാരണം ഞങ്ങളുടെ കമ്പനി ഒരു മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു തമിഴ്നാട്ടില്. അത് വേറെ ഒരു കമ്പനിക്ക് വിറ്റത് കൊണ്ട് ഞങ്ങളെല്ലാരും അന്നേരം അവരോട് ഒരു ഇതയച്ചു. അതും ഒരു ഭയങ്കര സാക്ഷ്യം എന്ന് പറഞ്ഞാല്, പിന്നെ ഒരു 1200 പേരോളം പിന്നെ സമരം ഇരിക്കുക. ഞങ്ങൾക്ക് ബോംബെ പോകാൻ വയ്യ, ഞങ്ങൾക്ക് കണ്ടിന്യൂ ജോലി ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് തൊഴിലാളികളും ഞങ്ങൾ ഓഫീസ് ജോലിക്കാരെല്ലാരും കൂടെ അപ്പം ഓരോരുത്തർ വന്ന് സമരം ഇരിക്കുന്നവര് വന്ന് MD-യുടെ വാതിക്ക് വന്ന് നിൽക്കുന്നുണ്ട് സംസാരിക്കാൻ, എന്തെങ്കിലും പറഞ്ഞ് ഇത് ചെയ്യാൻ. അപ്പം അവിടെ എന്നെ കയറി പിടിച്ചേ, ഇത് കേരളത്തിലില്ലയോ, കേരളത്തിൽ പോണോ വേണ്ടായോ, ജോലി ചെയ്യണോ വേണ്ടായോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞാ വേണം, ജോലി വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, അമ്മമ്മ തന്നെ കയറി MD-യോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം എല്ലാവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ കയറി. അപ്പം ആദ്യം അവർക്കൊണ്ട് വാളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കാൻ, 45 വയസ്സായാലും വാളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കാം, പെൻഷൻ വാങ്ങിക്കുന്ന സമയം വരെ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ഞാൻ വാളണ്ടറി റിട്ടയർമെന്റിനെ പറ്റിയാ ഞാൻ സംസാരിച്ചത്. അപ്പൊ ആരും അങ്ങോട്ട് പോകുന്നില്ല, 30 വയസ്സ് കഴിഞ്ഞാൽ ആരും പോകുന്നില്ല എന്നുള്ള ഒരു ഇത് വെച്ചോണ്ട് അവിടെ സംസാരിച്ചു. അവിടെ ദൈവാത്മാവ് കർത്താവ് ശക്തമായിട്ട് വാളണ്ടറി റിട്ടയർമെന്റിന് പ്രഖ്യാപനം ചെയ്തു. അങ്ങനെ അവിടെ ആകെ പോയത് 6 പേരാ ബോംബെ പോയത്. ബാക്കി എല്ലാവരും അങ്ങനെ പിന്നെ ഇത് പൈസ വാങ്ങിച്ച് പോകുമായിരുന്നു. ഈ 99 ഒക്ടോബർ മാസം ഈ വന്നു കഴിഞ്ഞിട്ടും എൻ്റെ ഭർത്താവിന് ഒരു മെഡിക്കൽ സ്റ്റോർ ജോലി ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് കണ്ണധികം കാണത്തില്ല, ഇച്ചിരി മദ്യപാനിയായിരുന്നു. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് വന്നാലും കിട്ടുന്ന കാശെല്ലാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരലോഹ്യക്കൂട്ട്. എൻ്റെ അമ്മായിയമ്മ മദറില്ല ബന്ധക്കോസുകാരിയായിരുന്നു. മൂത്ത പെങ്ങളും കുടുംബവും ബന്ധക്കോസുകാര്. ആ മൂത്ത നാത്തുവിന്റെ 2ാമത്തെ മകൻ പാസ്റ്ററാണ്, പാസ്റ്റർ സൈമൺ ജോസഫ്. ഇപ്പൊ കുവൈറ്റിലാണ് ജോലിയോടെ ദൈവവേലയ്ക്കായിട്ട് 3 വർഷത്തെ കഴിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവരുടെ എല്ലാം ഒരു സഹകരണം എനിക്കുണ്ട്.
അതുകൊണ്ട് ബന്ധക്കോസി പോകുന്നതിനോ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനോ ഒരു തടസ്സം എനിക്കില്ല. അവരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ മദറിലോയും നാത്തൂനുമാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. നീ പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അത് നാട്ടിൽ വരുമ്പോഴും അങ്ങനെ ഞാൻ ഇവിടെ തന്നെയാണ് കടന്നു വരുന്നത്. മദ്രാസിലാണെങ്കിലും AG സഭയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 1999 പ്രാർത്ഥിച്ചു. പക്ഷെ ആ 2ാമത്തെ മാസം എനിക്ക് നാട്ടിൽ വന്ന് ജോലി കിട്ടി. 1 മാസമേ 2 മാസമേ വീട്ടിൽ വെറുതെ നിന്നുള്ളൂ. 2ാമത്തെ മാസം ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും മലയാളവും എല്ലാം അറിയാവുന്നത് കൊണ്ട് 3 പേര് പിന്നെ അവർ 3 പേരും കൂടെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കമ്പനി. അപ്പൊ തമിഴ് ഹിന്ദിയൊക്കെ എഴുതാനും വായിക്കാനും സംസാരിക്കാനും സ്പീക്കിംഗ് കപ്പാസിറ്റി ഇതെല്ലാം ഉള്ളത് കൊണ്ട് കത്തെഴുതാനുമുള്ള ഇതെല്ലാം എനിക്കറിയാം. ഹിന്ദിയിൽ കത്തെഴുതാനൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വെച്ചത്. ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ തന്നു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ആളുകളെ കൊണ്ട് എന്നോട് വയ്ക്കും. പക്ഷെ എൻ്റെ കാര്യം, ഞാൻ ആ ഓഫീസിന്റെ ആദ്യത്തെ സ്റ്റാഫ് ഞാനാ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 700 പേരോളം ഉണ്ട്. ആദ്യത്തെ സ്റ്റാഫ് ഞാനാ. പക്ഷെ കയറി കഴിഞ്ഞ് നമ്മൾ ജാതികൾ വല്ലവരും ആണെന്നുണ്ടെങ്കിൽ അവർ അമ്പലങ്ങളിൽ പോയി പൂജിക്കാൻ. പക്ഷെ ഞാൻ അവിടെ ഒന്ന് ചെയ്തത് ആ കമ്പനിക്ക് വേണ്ടി, അതുള്ള സത്യം പറഞ്ഞേ, വെള്ളിയാഴ്ച ഒരു ദിവസം ഞാൻ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്താണെന്നറിയാമോ? എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. അതുകൊണ്ട് ഒരു ബന്ധക്കോസുകാരി വന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി ഉടഞ്ഞു പോയെന്ന് പറയരുത്. കാരണം ലക്ഷങ്ങൾ മുടക്കിയ ഒരു സംരംഭം തുടങ്ങിയത് അവര്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഏത് വിഷയത്തിനാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ ആ കമ്പനി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് വേറെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2003-4 ഞാന് സത്യം പറഞ്ഞ ഞാൻ മലേഷ്യയിൽ പോകാനായിട്ടുള്ള ഒരു വിസ വന്നിനി. വിസ വന്നത് മദ്രാസിൽ നിന്ന് അയച്ചു തന്നെ ഒരു സഹോദരിയ അയച്ചു തന്ന്. അപ്പൊ 3 മാസത്തെ ഉള്ളൂ സംഭവം. അപ്പം അന്നേരം ജോലി ഇല്ലായിരുന്നിരിക്കുമ്പോഴായിരുന്നോ? ജോലി നാട്ടില് ജോലി ഉള്ളപ്പോഴാ വരുന്നത്. നാട്ടില് ജോലിയുണ്ട്. 2000-ലാണ് ജോലിക്ക് ഇവിടെ കയറിയത്, നാട്ടിൽ കയറിയത്. നാട്ടിൽ ജോലിക്ക് കയറി കഴിഞ്ഞ് 2003-ലാണ് മലേഷ്യയിൽ വിടുന്നത്. മലേഷ്യയിൽ പോകാൻ എനിക്ക് ഒരുക്കമില്ലെങ്കിലും എന്റെ ഭർത്താവ് പറഞ്ഞു, നീ പോ. ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തോ? ഇല്ല, ജോലി റിസൈൻ ചെയ്തു. പക്ഷെ തിരിച്ചു വന്നപ്പോഴും അവർ എനിക്ക് ആ ജോലി തന്നു കേട്ടോ. ആ ജോലി തന്നു. അപ്പം ഈ 2003 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. 3 ഓഗസ്റ്റിൽ. അപ്പൊ ഈ ഒരു ടയർ കമ്പനിയിലെ ടൈപ്പിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ കൊണ്ടുപോയ ആ പോസ്റ്റിലൊന്നും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചില്ല. 3 മാസം അവരുടെ വീട്ടിലെ ഹൗസ് മെയ്ഡായിട്ട് ജോലി ചെയ്തു. അപ്പൊ പറയുന്നത് എന്താണെന്നറിയാം, ടയർ കമ്പനി ജോലി തരാമെന്നും പറഞ്ഞാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ആ വൈഫിനെ 2ാമത് കെട്ടിയതായി മനുഷ്യൻ. ആദ്യത്തെ കെട്ടിലെ 3 മക്കളുണ്ട്. അയാളങ്ങ് പോയി കഴിയുമ്പോൾ ഇവരൊരു കോളേജ് പ്രൊഫസറാ ഈ ഭാര്യ. അപ്പം ഇങ്ങനെ ഒരു യോസേഫിന്റെ അനുഭവം എനിക്ക് അത്രേ പറയാൻ വരുന്നു. ഒരു യോസേഫിന്റെ അനുഭവം വന്നതോടെ ഞാൻ പറഞ്ഞു, ആ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് നാട്ടിൽ പോകണം, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ജോലിയൊന്നും ചെയ്ത് ശീലമില്ല, ഹൗസ് മെയ്ഡായിട്ട് നിന്ന് ജോലിയൊന്നും ചെയ്ത് ശീലമില്ല. എല്ലാ കാര്യവും ഞാൻ അവരോട് തുറന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അന്ന് അങ്ങനെയാണെങ്കിൽ പുള്ളിയോട് വിട്ടേക്കാൻ പറഞ്ഞവൻ. പുള്ളിയുടെ പേര് പോളെന്നങ്ങണ്ട പേര്. വിട്ടേക്കാൻ പറയാമോ? ഇയാൾ ജമ്പം ചെയ്താൽ വിടത്തില്ല. കാരണം വിസ ഇല്ല, അതിനകത്ത് വിസയുടെ കാലാവധി കഴിഞ്ഞു. പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വേണം അവിടെ വിസ എടുക്കണമെന്നുണ്ട്. അയാൾ അത് ചെയ്തില്ല. അയാൾ എന്തോ ഇതെന്ന് അറിയാമോ, ഈ ഭാര്യയുടെ വീട്ടിനകത്തെന്ന് പറയുന്നത് ഒത്തിരി മുറികളൊക്കെ ഉണ്ട്. അതിനകത്തിൽ ഒരു മുറിക്കകത്തിൽ കൊണ്ടുപോയി എന്നെ അടച്ചിട്ടു. ഞാൻ അപ്പം ഈ അടച്ചിട്ട് അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അകലത്തെ വീട്ടിൽ നിന്ന് ഫോൺ മേടിച്ച് ഞാൻ എൻ്റെ വീട്ടില് ഇവിടോട്ട് ഞാൻ ഫോൺ ചെയ്തേച്ച് പറഞ്ഞ്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകും, വിസ ഇല്ലാത്തതുകൊണ്ട് ഒരു മുറിയിൽ എന്നെ അടച്ചിട്ടിരിക്കുക. പക്ഷെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണമൊക്കെ കൊണ്ട് തരുന്നുണ്ട്, ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ഭക്ഷണം കൊണ്ട് തരുന്നുണ്ട്. പക്ഷെ ഈ ഒരു മുറിക്കകത്തിൽ എങ്ങനെ പൂട്ടിയിട്ട് പോയിരിക്കുക, തുറക്കാൻ ആർക്കും പറ്റത്തില്ല. ഇയാളുടെ കയ്യിലാണ് താക്കോല്. കാരണം ഒന്നാമത് അങ്ങനെ ഉള്ള ഒരു അനുഭവം. ഇപ്പൊ ഞാൻ ഈ അയലത്തുകാരോട് മിണ്ടുന്നത് പോലും അവർക്ക് പേടിയാ. അപ്പൊ അതും മിണ്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നേരത്തെ ഇരുന്ന എൻ്റെ പാസ്റ്റർ, മദ്രാസിൽ ഇരുന്ന പാസ്റ്റർമാര്, എൻ്റെ സഹോദരങ്ങള് എല്ലാം എന്നെ ഇവിടുന്ന് കൊണ്ടുവരാൻ ഒത്തിരി പരിശ്രമിച്ചു, ഒന്നും നടന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാ ദൈവഹിതമായിരിക്കും, എന്തെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നപ്പോ 1 മാസം കഴിഞ്ഞപ്പോ
ഇയാള് റൂം തുറന്ന് എന്നെ കൊണ്ട് അപ്പൊ എന്തുവാ ഒരു വീട്ടിലേക്ക് ഹൗസ് മെയ്ഡിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞ ഒരു 4 അംഗങ്ങൾ. അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കമ്മീഷണറാ. ഈ സ്ത്രീയും ജോലി ചെയ്യുന്നതാ. അവർ തമിഴരാ. അപ്പൊ അവർക്ക് 2 ആമക്കളാ. ആദ്യത്തെ 6 മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ മലേഷ്യയിൽ പോയ കാര്യത്തിൽ എനിക്ക് കിട്ടിയത് ആദ്യത്തെ ആ വീട്ടിൽ നിന്നപ്പോ 22,000 രൂപയാ കിട്ടിയിരിക്കുന്നത്. എന്റെ 2.5 വർഷം പോയി കിട്ടി എന്നുള്ളതല്ലാതെ 5 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ ആദ്യത്തെ 6 മാസം കുഴപ്പമില്ലാതെ അവിടെ ഓടിക്കുന്നു. പക്ഷെ ഈ 6 മാസം കഴിഞ്ഞപ്പം ഈ സ്ത്രീയുടെ തനി സ്വരൂപം അങ്ങ് എടുക്കുക. അപ്പൊ അയാളുമായിട്ട് യാതൊരു കുഴപ്പമില്ല. നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യൻ. സഹകരിക്കേണ്ട നല്ല ഒരു ഒരു അമ്മയെ പോലെ വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷെ അത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വേറെ ഒരു സ്വഭാവമാണ്. ഇല്ല, കാലേബിന്റെ സ്വഭാവം വേറെ ഒരു സ്വഭാവമാണ്. അത് നമുക്ക് വർണ്ണിച്ചു തരാൻ പറ്റാത്ത ഒരു സ്വഭാവം. ഭയങ്കര കോപക്കാരിയാ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കണ്ടങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് ഒരു അഴുക്ക് വീണ പിടിച്ചുടനെ അടിയാ. പിടിക്കുന്ന ഉടനെ അടിയാ. എത്ര അടി കൊണ്ടിട്ടുണ്ടെന്നറിയാം. ഒരു ദിവസം അവരുടെ ഈ തുണി തേക്കുന്ന സമയത്ത് തേപ്പ് പെട്ടി കൊണ്ട് സാരിയുടെ തുഞ്ച് ഒന്ന് വങ്ങിപ്പോയി എന്നും പറഞ്ഞ് കൈ രണ്ടും കൂടെ പുറകോട്ട് പിടിച്ചു കെട്ടി 4 മുട്ട നിർത്തിക്കൊണ്ട് കർത്താവ് 39 അടിയെ ക്രൂശെ കൊണ്ടുള്ളൂ. പക്ഷെ ഞാൻ കൊണ്ടത് 49 അടിയാ. എന്റെ കർണത്തടിച്ച് അത് കഴിഞ്ഞ് പുറത്തടിച്ച്. ഇത് വെളിയിലൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യർക്ക് വിവരമൊന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ ഈ ചെവിയാണ് ഒരു ബലൂണിന്റെ കൂട്ടം അതങ്ങ് വീർത്തു വന്നു. ഈ ചെവി ബലൂണിന്റെ കൂട്ടം അങ്ങ് വീർത്തു വന്നിട്ട് ഇതിങ്ങനെ നിൽക്കുക. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് അറിയാം. അപ്പൊ ഡിസംബർ 24-ാം തീയതി അവിടെ ഭയങ്കര പാർട്ടി നടക്കാൻ പോവാ. അപ്പൊ ഡിസംബർ മാസമായത്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ മുടി അഴിച്ചിട്ട് ഇതങ്ങ് മറച്ചു വെച്ചോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആരെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ വീണമെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഓപ്ഷനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുക. എന്നെ ഇങ്ങോട്ട് വെളിയിലോട്ട് കൊണ്ടുവരുന്നുമില്ല ഒന്നും. എല്ലാരും ചോദിക്കുന്നുണ്ട്, മേടെന്തിയെന്ന് ചോദിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതിനെ വെളിയിലോട്ട് വിടുന്നില്ല. അപ്പം ഈ അതിന്റെ 3-ാമത്തെ ദിവസം, ഈ ക്രിസ്മസ് കഴിഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം കണ്ണാടിയുടെ മുമ്പിലോട്ട് മാറ്റി നിർത്തിയിട്ട് സെപ്റ്റിപ്പിന്റെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നീ നിന്റെ അതയിട്ട് കുത്താൻ പറഞ്ഞു. കുത്തിയിട്ട് ആ വെള്ളമെല്ലാം വലിച്ചെടുത്ത് കളയാൻ പറഞ്ഞു. 3 കുത്തു കുത്തിയിട്ട് എനിക്ക് വേദനയാണ്, സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഒന്നും വരുന്നില്ല. അപ്പോഴും കിട്ടി പുറത്തിട്ടടി. നീ കള്ളത്തരവാ പറയുന്നു പറഞ്ഞു. ഞാൻ സഹി കേട്ടു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 4-ാമത്തെ ദിവസം ഇവരുടെ ഭർത്താവ് ഇവരങ്ങ് ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് കാർ എടുത്തോണ്ട് ഓടി വന്നിച്ച് ലിജി എന്നാ വിളിക്കുന്നത്, ലിസിന്ന് പുള്ളി വിളിക്കുന്നത്. ലിജി, നീ കാറിനകത്തിലോട്ട് കയറാൻ പറഞ്ഞു. വീട്ടിരിക്കുന്ന ഡ്രസ്സോടെ ഞാൻ കാറിനകത്തിലോട്ട് കയറി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറെ ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ബാത്റൂമിൽ വീണാന്ന് പറഞ്ഞു. അയാള് സിറിഞ്ച് എടുത്ത് വെച്ച് അതിനകത്ത് നിന്ന് വെള്ളം വലിച്ചിങ്ങെടുത്തു. വെള്ളം വലിച്ചിങ്ങെടുത്തപ്പോ കാത് ചൊട്ടിയിരിക്കുക. ഒരു വശം സൈഡ് ഇങ്ങനെ ചൊട്ടിയിരിക്കുക. അപ്പൊ അതോടെ അതങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ അയാളുമായിട്ട് ഭയങ്കര ബഹളം. എന്തിനാ കൊണ്ടുപോയെന്ന് ചോദിച്ചോ. ഭയങ്കര ബഹളം. അങ്ങനെ അതങ്ങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒടുവില് 2003-4 സെപ്റ്റംബറിലാണ് എന്റെ ഭർത്താവ് മരിക്കുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വന്നൊന്നും കാണാനും ഒന്നും പറ്റത്തില്ല. കാരണം വിസ ഇല്ല. ഈ പാസ്പോർട്ട് ഈ സ്ത്രീയുടെ കയ്യിലാ. ഈ ഹസ്ബൻഡിന്റെ കയ്യിലും കൊടുക്കുന്നില്ല. അപ്പൊ ആ മനുഷ്യൻ പറയുന്നുണ്ട്, നാട്ടിൽ പറഞ്ഞേക്ക് ഭർത്താവിനെ കാണട്ടെ. തരത്തില്ല, പോവണ്ട, ഇപ്പം പോവണ്ട, കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുക. വിട്ടില്ല അവര്. കണ്ടില്ല, ഞാൻ ബോഡി കണ്ടില്ല. അപ്പം എന്റെ മോളുണ്ട്. അവരെല്ലാരും ഇതെല്ലാം കാര്യം കഴിഞ്ഞ്. ഈ 2005 ഞാന് നാട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ഇങ്ങനെ പോണം. പക്ഷെ വിട്ടില്ല അവര്. പോണമെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴൊക്കെ അടി വാങ്ങിക്കും. അത് വേറെ വിഷയം. പോണമെന്ന് പറയുമ്പോൾ 2 അടിയുണ്ട്. അതിന് മുമ്പായിട്ട് ഈ സ്ത്രീ ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാം, തൂത്തു വൃത്തിയാക്കുമല്ലോ. വൃത്തിയാക്കിയിട്ട് ഞാൻ അകത്ത് ചെല്ലുമ്പോ ഒരു ചെറിയ പട്ടിക്കുഞ്ഞുണ്ട്. അതിന് ഞങ്ങൾ അഴിച്ചു വിട്ടേക്ക് കാർപ്പന്റിന്റെ മുകളിൽ വന്ന് ഈ വിസർജൻ ചെയ്തോണ്ട് നേരിട്ട് വന്നിട്ട്, ഇത് ഇവിടെ കിടക്കുന്ന, നീ തൂത്തുവാരിയില്ലേ, തുടച്ചില്ലേ? ഞാൻ പറഞ്ഞ എല്ലാം ചെയ്താണ്. തറുതല്ല പറയുന്ന ചോദിച്ചോ. അടിക്ക് ഉടനെ കർണത്തടിക്ക്. ഉടനെ പറഞ്ഞ എന്താണെന്നറിയാം, അത് നിന്റെ കയ്യിലെടുത്തില്ലെങ്കിൽ
കുഞ്ഞിരിക്കുമ്പം നടുവിലോട്ടാ ചവിട്ടുന്നേ. ഈ പട്ടിയുടെ അതിന്റെ വിസർജനം കയ്യിലെടുത്തു, കൈ കൊണ്ട് എടുപ്പിച്ചില്ലയോ? കൈ കൊണ്ട് എടുപ്പിച്ച് ഉം. എടുത്ത് നീ തിന്നാൻ പറഞ്ഞു. ഓ കർത്താവേ. നീ തിന്നത്. ഉം. ഞാനത് വിഴുങ്ങി. അത് വിഴുങ്ങി. നല്ലൊരു ഇതുണ്ട് നമ്മുടെ, പിന്നെ ഈ പഴത്തിന്റെ അത്രയുണ്ട്. പഴമെന്ന് പറഞ്ഞ ഈത്തപ്പഴത്തിന്റെ അത്രയുണ്ട് സാധനം. അതെന്നെ കൊണ്ട് വിഴുങ്ങിച്ച് ഞാനത് തിന്ന്. അതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബാത്റൂമിൽ മൂത്ത മകൻ പോയിട്ട് ഫ്ലെക്സ് ചെയ്തില്ല എന്നും പറഞ്ഞ്, നീ ഇത് കഴിയതല്ലേ? ഇത് കഴിയതാ. കൊണ്ടുപോയി അതിനകത്ത് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എന്നെ കുടിപ്പിച്ചിട്ടാണ് ഫ്ലെക്സ് ചെയ്യിച്ചത്. അങ്ങനെ അതും ചെയ്തു. ഇതെല്ലാം സഹിച്ച് മടുത്ത്. അപ്പോഴും ഞാൻ ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, ഒരു എനിക്ക് മിനിറ്റ്, വീട്ടിൽ പോകണം. ദേവദാസി അന്നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈ സമയത്തൊക്കെ. പ്രാർത്ഥിക്കുന്നുണ്ട് ശക്തമായിട്ട്. ഇവര് കേൾക്കാതെ, ഉം. ഇവര് കത്തോലിക്കക്കാരാ, ഉം. കേൾക്കാതെ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു തടസ്സമൊന്നുമില്ല. ഉം. പക്ഷെ കേൾക്കാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉം. കർത്താവെ എനിക്ക് ഇതിനകത്ത് നിന്നൊന്ന് പോണം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഉം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിന്റെ 2ാമത്തെ ദിവസം നടു റോഡിയിട്ട് അടുപ്പിച്ചിട്ടുണ്ട് ഭർത്താവിനെ കൊണ്ട്. ഉം. ഞാന് കുളിച്ചിട്ട് തല കഴുകിയില്ലെന്നും പറഞ്ഞ് നടു റോഡിയിട്ട് അടുപ്പിച്ചിട്ട്. അങ്ങനെ ഒത്തിരി ഒരുപാട് അടി ഒത്തിരി കൊണ്ടു. ഒത്തിരി കഷ്ടം, ഉം. ഒത്തിരി അടി, ഉം. ഒത്തിരി കഷ്ടം. ഇത് നാട്ടിലൊന്നും ആർക്കും അറിയത്തൊന്നുമില്ല. ഉം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസംബർ ലാസ്റ്റ് ഈ ഈ ഈ സാറെന്നെ വിളിക്കുക. അപ്പൊ ആ മനുഷ്യൻ കയറി വന്നിട്ട്, ഇവരില്ല, അമ്മയും മക്കളും ഇല്ല. ഒരു കാര്യം ചെന്നിട്ട് ഡ്രസ്സെല്ലാം എടുക്കാൻ പറഞ്ഞു. ഡ്രസ്സെല്ലാം എടുത്ത് വണ്ടിക്കകത്തി കൊണ്ടുവച്ച്, ബാ കൂടെ കയറി ബാ എന്ന് പറഞ്ഞു. കയറി. ഞാൻ എവിടെ കൊണ്ടുപോകുന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ച എന്നെ കയറ്റി വിടാനായിരിക്കും കൊണ്ടുപോകുന്നത്. പാസ്പോർട്ടൊന്നും ഇടകയിലില്ല, ഭാര്യയുടെ കയ്യില്ല. അപ്പൊ ഇതും കൊണ്ട് ഇവിടുന്ന് ഏകദേശം തിരുവനന്തപുരത്ത് പോകുന്ന ദൂരമുണ്ട്, 3-4 മണിക്കൂർ ദൂരമുണ്ട് കാറെ കൊണ്ടുപോകും. പക്ഷെ അതിനകത്ത് അന്നേരം നടുവിൽ വെച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരുത്തി ബാഗ് മൊത്തം പരിശോധിച്ചു. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ലേ, വല്ല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചോ. അതിനകത്തിലും ഒന്നുമില്ല. അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്ന് നിർത്തുക. അപ്പൊ അവർക്കറിയാവുന്ന ഒരു സഹോദരനും സഹോദരിയാണ്. അപ്പൊ പറയുന്നുണ്ട്, ഇത് പിന്നെ ആഗ്നസ് എന്ന സ്ത്രീയുടെ പേര്, കറക്റ്റ് ഇപ്പൊ ഓർമ്മ വന്നു. ആഗ്നസ് അറിഞ്ഞില്ല അവളെ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരോടും പറയരുത്, ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അതുകൊണ്ട് സ്വർലോകം കിട്ടിയ പോലെ. കാരണം എന്താ, എനിക്ക് ഫോൺ ചെയ്ത് സഹോദരങ്ങളോടൊക്കെ വിളിച്ച്, അമ്മയോടും അപ്പനോടും ഒക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഉണ്ട്, അറിഞ്ഞു. എനിക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ഞാനിവിടെ ഒരു അനാഥാലയത്തിലാണ് താമസിക്കുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങ് വരും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ ദേവദാസനോടും ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ആയപ്പോഴും ഞാൻ പറഞ്ഞു, ഈ സാറ് വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, എന്നെ എന്നാ വിടുന്നേ എന്ന് ചോദിക്കുന്നു. അത് പാസ്പോർട്ട് അവിടെ കയ്യിലാ, തരുന്നില്ല. അവളോട് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു കത്തിച്ചു കളഞ്ഞു. നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ അതിന്റെ കോപ്പി വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അയാൾ 3-4 പ്രാവശ്യം ഇടയ്ക്ക് വന്നു, ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് ഈ മാർച്ച് മാസം ഒരു 5-6 തീയതി കാലഘട്ടം, ആ സമയത്ത് ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്തോ ചെയ്യാനാ. അപ്പം ഞാൻ എൻ്റെ സഹോദരൻ അന്ന് 4ാമത്തെ ആങ്ങള ജോലി ചെയ്തുകൊടുന്ന ഒരു ബോംബെയില ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, മോനെ എങ്ങനെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തില് ഒരു പിന്നെ സെക്യൂരിറ്റി അല്ല, ഒരു സൂപ്പർവൈസർ. ആ സൂപ്പർവൈസറിനോട് പറഞ്ഞു. അപ്പൊ ഇച്ചിരി മദ്യപിക്കുന്ന കൂട്ടത്തില് അവരൊക്കെ. അപ്പൊ ഇവനൊരു കുപ്പി ഏതാണ്ട് മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഒരു മൂത്ത സഹോദരി ഇതുപോലെ മലേഷ്യയിലുണ്ട്, കഷ്ടത അനുഭവിക്കുക. പറഞ്ഞു, ആരാ കൊണ്ടുപോയിരിക്കുന്നേ എന്ന് ചോദിച്ചാൽ അവരുടെ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. എന്റെ സിസ്റ്റർ, ഈ ഫോൺ നമ്പർ കൊടുത്തതും ഇയാൾക്ക് അറിയാവുന്ന സ്ത്രീയാ അത്. ഇയാൾക്ക് അറിയാവുന്ന സ്ത്രീയുടെ ഫോൺ നമ്പരാണ് എൻ്റെ സഹോദരൻ കൊടുത്തത്. ഉടനെ അങ്ങേര് ഈ എൻ്റെ സഹോദരനോട് പറയുന്നു, ഒരു കാര്യം ചെയ്, എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയെന്നും പറഞ്ഞ് നീ ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആ സ്ത്രീ പാസ്പോർട്ട് കൊടുത്തു, അവരുടെ ഭർത്താവിൻ്റെ പാസ്പോർട്ട് കൊടുത്തു. വേറെ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ പാസ്പോർട്ട് കൊടുത്ത് അയാൾ പാസ്പോർട്ട് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മാർച്ച് 30-ആം തീയതി എന്നെ അവിടുന്ന് നാട്ടിൽ കയറ്റി വിട്ടു. അങ്ങനെയാണ് ആ കാരാഗൃഹത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചെടുത്തു. പക്ഷെ അതൊരു വലിയൊരു കാരാഗൃഹമായിരുന്നു. കാരണം യോസേഫിന് വന്ന അനുഭവം പറഞ്ഞ ഒത്തിരിയുണ്ട്. കാരണം കാരാഗൃഹം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാരാഗൃഹം. യോസേഫ് ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് ഇട്ടിട്ട് ഓടുന്നില്ലേ എന്ന് പറഞ്ഞ അവൻ 2 വർഷം അവിടെയും കാരാഗൃഹത്തിൽ കിടന്നത്. ഒരു കാരാഗൃഹം 2 വർഷം കാരാഗൃഹത്തിലെ ഞാൻ കിടന്നു. പക്ഷെ ഞാൻ അനുഭവിച്ച വേദന, കഷ്ടത ഇന്ന് വരെ ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും.